ഹായ് ഓൾ, നിഹ ബ്രോക്ക് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഒരു മീഷോ ഓർഗനൈസറിൻ്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ എക്സൽ സൈസിൽ 7 ഓർഗനൈസറാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, 7 ബാസ്ക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൽ ബാസ്ക്കറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാസ്ക്കറ്റ് വന്നിട്ടുള്ളത്. പിന്നെ വിടുത്ത് ലേശം കുറവാണ്, പകരം നമുക്ക് ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. താഴോട്ട് നല്ല സ്പേസിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 7 ബാസ്ക്കറ്റാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇതാ മോളുടെ ഹെയർ ബണ്ണും പിന്നെ അതേപോലെ തന്നെ ക്ലിപ്പും ടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ബോൾ, 2 ബോൾ ഞാൻ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ക്ലിപ്പ് ടിക്ക് പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒന്നിൽ ആ ഒരു റെഡ് കളറിൽ കാണുന്നതിൽ ഞാൻ പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന, അതായത് സ്കൂളിലേക്ക് അവൾ പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ബണ്ണ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ സാധാ നോർമലായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ ഉപയോഗിക്കാത്തതും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സൺഡേ മാത്രമേ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്ത ബാസ്ക്കറ്റിൽ എന്താണ് വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം. അതിക്ക് നമ്മൾ സ്കൂൾക്ക് വാങ്ങിയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ചെറിയ സാധനങ്ങളൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ 2 വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ടിഷ്യൂ വെച്ചിട്ടുണ്ട്, പിന്നെ റബ്ബർ, സെല്ലോ ടേപ്പ്, കളറ്, മാർക്കർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്, പെൻസില്. അപ്പോൾ അതൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നിൽ ഫുള്ള് സ്കൂളത്തെ ആ ഒരു സാധനങ്ങൾ മാത്രമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. ആ ഒരു ബോക്സ് മാത്രം നോക്കിയാൽ മതിയല്ലോ, വേറെ ഒന്നും തപ്പി തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇതാണ് ലാസ്റ്റ് ലെയർ, ഞാൻ ഏറ്റവും താഴത്തെ തട്ടിൽ വെക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് മോളുടെ പിന്നെ 2nd ടേം 3rd ടേം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതൊന്നും ഇപ്പം എന്തായാലും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ തട്ടിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കൂടെ എൻ്റെ ഒരു ഡയറിയും കൂടി വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് ലാസ്റ്റ് ലെയറിൽ വെച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കച്ചറ സാധനങ്ങളാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ സൈഡ് ബാഗ്, മസാജ്, പിന്നെ അതുപോലെ തന്നെ അലോവേരൻ്റെ ജെല്ല്, പിന്നെ ടോയ്സ്. കൂടുതൽ ടോയ്സ് ഒന്നുമില്ല, ഇപ്പോൾ സ്കൂളിലൊക്കെ പോവൽ തുടങ്ങിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടോയ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ABCD കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ ചെറിയ സാധനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബാസ്ക്കറ്റിൽ എന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മോളുടെ ഡ്രസ്സുകൾ, നിഹാൻ്റെ ഡ്രസ്സുകളൊക്കെ ഇതിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഓളെ പുതിയ ഡ്രസ്സുകളാണ്. പിന്നെ അടുത്ത ബാസ്ക്കറ്റിൽ എന്താണെന്ന് കൂടി നോക്കാം. അപ്പോൾ ഇതിൽ 2 ബാഗുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരു സൈഡ് ബാഗും പിന്നെ 2 സൈഡ് ബാഗ് തന്നെയാണ്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു സൈഡ് ബാഗും പിന്നെ ഒരു ചെറിയൊരു സൈഡ് ബാഗും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ബാസ്ക്കറ്റിലായിട്ട് ഉൾക്കൊള്ളിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി ബാസ്ക്കറ്റൊക്കെ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാ ഞാനൊക്കെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ആ ഒരു ലെയർ ഞാൻ ഫ്രീ ആക്കി ഇട്ട് കൊടുത്തേക്കാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞ് കിടക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്തിടാലോ എന്നുള്ള രീതിക്ക് ഞാൻ അത് കാലിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ എനിക്ക് നല്ല യൂസ്ഫുൾ തന്നെയാണ്. എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ബുക്ക്, പിന്നെ വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഞാൻ വാങ്ങിയ ഒരു പ്രൈസിന് എനിക്കിത് 100% യൂസ്ഫുള്ളാണ്. പിന്നെ ഇനി നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് ഇരിക്കും എല്ലാ കാര്യങ്ങളും. കുട്ടികളൊക്കെ തട്ടി അങ്ങനെയൊക്കെ കേടാവാതൊക്കെ നമ്മളൊന്നുകൂടി ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് അറിയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും.